ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം. കർത്താവെ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വന്ന് നിൽക്കുന്നു കർത്താവെ. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി അയച്ച വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഈ വചനത്തിന്റെ മാർമിക സത്യങ്ങളെ ഗ്രഹിക്കുവാൻ കർത്താവെ, കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ നനയ്ക്കാത്തമായ വലിയ വലിയ മാർമിക സത്യങ്ങൾ കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് കാണുവാനും കേൾക്കുവാനും ഗ്രഹിക്കുവാനും അങ്ങ് ഒരുക്കി തന്ന ഈ സന്ദർഭത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളുടെ എല്ലാ ചിന്താഭാരങ്ങളെയും കർത്താവ് ഞങ്ങൾ ഇറക്കി വെച്ച് അങ്ങയുടെ പ്രസൻസിലായിരിക്കാനും അങ്ങിൽ നിന്ന് കേൾക്കുവാനും കർത്താവ് ഇന്ന് ഞങ്ങൾ തയ്യാറോടെ വന്നിരിക്കുന്നു കർത്താവെ. ഈ സൂം ഫാമിലി എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളോട് ഞാൻ സമർപ്പിക്കുന്നു. അങ്ങ് അയച്ച വചനത്തിൽ കൂടെ അവർക്ക് സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ കർത്താവെ. ആത്മീയമായും ശാരീരികമായും മാനസികമായും സൗഖ്യങ്ങൾ ഒഴുകട്ടെ കർത്താവെ. അനുഗ്രഹിച്ചു സൗഖ്യത്തോടെ നിർത്തുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ. നമ്മൾ കേട്ടത് 1 തെസ്സലോനിയ 5 12 തൊട്ടുള്ള വാക്യങ്ങൾ, 12 തൊട്ട് 22 വരെ. അതിനകത്ത് മെയിൻലി 16 തൊട്ട് 18 വരെയുള്ള 3 വാക്യങ്ങൾ മാത്രമേ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പല പ്രാവശ്യം അത് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നതാണ്. പക്ഷെ അതിനകത്ത് കൂടുതൽ സത്യങ്ങൾ നമുക്കൊന്ന് ഗ്രഹിക്കാൻ നോക്കാം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുകയും ഇടവിടാതെ പ്രാർത്ഥിക്കുകയും എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തു നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. നമ്മളതിന് മേളിൽ കുറെ കാര്യം നമ്മൾ കേട്ടു. നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിൻ. 14 വാക്യം, സഹോദരരെ ഞങ്ങൾ ഉത്ബോധിപ്പിക്കുന്നു, അലസരെ ശാസിക്കുവിൻ, ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ, ദുർബലരെ സഹായിക്കുവിൻ, എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവം പെരുമാറുവിൻ, ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാനും തമ്മിൽ എല്ലാവരോടും സദാ നന്മ ചെയ്യുവാനും ശ്രദ്ധിക്കുവിൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ മാർമിക സത്യങ്ങൾ. അപ്പൊ ഇതാണ് അതിന്റെ കീ. ആ മേളിൽ പറഞ്ഞ വാക്യങ്ങൾക്കും എല്ലാം താഴെയും പറയുന്ന വാക്യങ്ങൾക്കെല്ലാം തുറക്കുവാനുള്ള കീ ഇതാണ്. അതായത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, റിജോയ്സ് ഓൾവേസ്, ഇടപെടാതെ പ്രാർത്ഥിക്കുക, പ്രേ വിത്തൗട്ട് സീസിങ്, എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തു നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ആൻഡ് ഗിവ് താങ്ക്സ് ഇൻ എവറിഥിങ്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ചെറുതും വലുതും നന്മയും തീയതുമായ എല്ലാ കാര്യങ്ങളുടെ നടുവിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത് പറയാം. അത് സന്തോഷിക്കുവിൻ, എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കും, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യത്തിലും ഏത് വിഷയത്തിലാണ് നിങ്ങളായിരിക്കും അതിൻ്റെയും നടുവിൽ നിങ്ങൾ നന്ദി കരയറ്റുന്നവരായിരിക്കും. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ച ദൈവത്തിന്റെ ഹിതം. അപ്പൊ ദൈവത്തിന്റെ ഹിതം എന്താണ്? പലരും പ്രാർത്ഥിക്കും നമ്മളോട്, ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ ഹിതം എന്താണെന്നറിയാം. ദൈവത്തിന്റെ ഹിതം വളരെ കൃത്യമായിട്ട് ദൈവം പറഞ്ഞു. എന്താണ്? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളും നന്ദി കരയറ്റുക. നന്ദി കരയറ്റും എന്നാ? ഈ പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ അന്യോന്യം സ്നേഹിക്കും, അന്യോന്യം ബലപ്പെടുത്തും, അന്യോന്യം ദൂഷിപ്പിക്കത്തില്ല, അന്യോന്യം കരുതും. അപ്പൊ ആ ഒരു സ്നേഹ ബന്ധത്തിലേക്ക് വരും. അപ്പൊ ഏത് വിഷയത്തിന്റെ നടുവിലും നമ്മൾ ആ നന്ദി കരയറ്റും, ആ റിജോയ്സിങ് ആൻഡ് താങ്ക്സ് ഗിവിങ് മോഡിലേക്ക് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ജീവിത ശൈലിയിലേക്ക് കൾട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരണം. അതാണ് അതിന് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സങ്കീർത്തനത്തിലെ കുറെ വാക്യങ്ങളുണ്ട് നന്ദി കരയറ്റുന്നത് ഇതായിട്ട്. ഉദാഹരണങ്ങളായിട്ട് സങ്കീർത്തനം സാംസ് 103, 104, സദൃശവാക്യം സങ്കീർത്തനം 103, 1 തൊട്ട് 4 വരെ. സാറാ ഒന്ന് വായിക്കോ? സാംസ് 103. എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. പിന്നെ കുറെ വാക്യങ്ങളുണ്ട്, അതിപ്പോ വായിക്കണ്ട. പിന്നെ നിങ്ങൾ പോയി റെഫറൻസ് ആയിട്ട് എടുത്ത സാംസ് 95, 1-5, ഫിലിപ്പിയ 4 തൊട്ട് 6 വരെ. ഇതെല്ലാം വാക്യങ്ങൾ നന്ദി കരയറ്റുന്നതിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരിക. അപ്പൊ
എന്തുകൊണ്ട് വൈ ഷുഡ് വി ഗിവ് താങ്ക്സ്? ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതിനെ അനലൈസ് ചെയ്യാം. പല ചോദ്യങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് നന്ദി കരയറ്റണം? വൈ? അപ്പൊ അതിന് പല കാര്യങ്ങളുണ്ട്. പല ഉദാഹരണത്തിൽ കൂടെ നമുക്കത് എന്തുകൊണ്ട് നമുക്ക് ഒന്ന് മെഡിക്കലായിട്ട് തന്നെ പറയാം. മെഡിക്കലായിട്ട്, അതായത് മെഡിക്കൽ സംബന്ധമായിട്ട് പ്രൂവ്ഡ് ആണിത്. എന്താ? നന്ദി കരയറ്റുമ്പോൾ അതൊരു ഒരു 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 വേറൊരു ജീവിത ശൈലിയിലേക്ക് നമ്മുടെ സ്ട്രെസ് ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നതായിട്ട്. ഉദാഹരണത്തിനായിട്ട് നമ്മൾ നന്ദി കരയറ്റുമ്പോൾ യു ആർ ബിൽഡിങ് എ റിലേഷൻഷിപ്പ്. നമ്മുടെ ഒരു ബന്ധം നമ്മൾ സ്ഥാപിച്ചെടുക്കുക. ഫോർ എക്സാമ്പിൾ, നാച്ചുറലായിട്ട് നമ്മൾ നോക്കിക്കേ, ഒരു വ്യക്തി നമുക്ക് എന്തെങ്കിലും ഒരു നന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ ഉടനെ നമ്മുടെ പ്രതികരണം താങ്ക് യു, താങ്ക് യു സോ മച്ച്. നമ്മൾ അതിന് നന്ദി കരയറ്റും. ഇങ്ങോട്ട് കിട്ടിയ ഉപകാരത്തിന് പ്രത്യുപകാരമായിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കും. സോ ദാറ്റ് ഇസ് ബിൽഡിങ് റിലേഷൻഷിപ്പ് എന്നത് പറഞ്ഞതുപോലെ തന്നെയാണ് സ്പിരിറ്റ് തലത്തില് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ നന്ദി കരയറ്റുമ്പോൾ ദൈവത്തിന്റെ ആത്മാവായിട്ട് നമ്മൾ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യുക, ബിൽഡപ്പ് ചെയ്തെടുക്കുക. അതുകൊണ്ടാണ് അത് അങ്ങനെ പറയാൻ തന്നെ പറഞ്ഞത്. പ്രത്യേകിച്ച് മെഡിക്കലായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആ മെഡിക്കലായിട്ട് നമ്മൾ നന്ദി കരയറ്റുമ്പോൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഒരു ഹോർമോൺ ഉണ്ട്, ഓക്സിറ്റോസിൻ പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. ആ ഹോർമോൺ ഇറ്റ്സ് കോൾഡ് ബൈൻഡിങ് ഹോർമോൺ. അത് സെക്രീറ്റ് ചെയ്യുന്നതോറും നമ്മുടെ സ്ട്രെസ് ഒക്കെ ഒരുപാട് നമ്മൾ ഒഴിവാക്കി കിട്ടുന്നതായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് റിസർച്ചസും ആ മേഖലകൾ നടന്നിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളല്ല, ഞാൻ അത് കുറച്ച് റെഫറൻസ് എഴുതി വെച്ചതേ ഉള്ളൂ. നന്ദി കരയറ്റുമ്പോൾ മെഡിക്കലായിട്ട് തന്നെ ഇറ്റ് സ്ലോസ് യുവർ ഏജിങ് പ്രോസസ്. നമ്മുടെ ഏജിന്, അതായത് പ്രായത്തിന്റെ ആ പ്രോസസ്സിനെ, പ്രായം കൂടുന്ന പ്രോസസ്സിനെ ഒരു പരിധി വരെ അത് സ്ലോ ചെയ്യുന്നതായിട്ടൂടെ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ നമ്മൾ നന്ദി കരയറ്റുമ്പോൾ ആ സ്ട്രെസ്സിനെ ഒരു ബ്രേക്ക് ഇട്ട് വേറൊരു തലത്തിലേക്ക് നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ഇമോഷൻസിനെയും കൊണ്ടുവരാൻ അത് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ് തന്നെ പറയുന്നത് വൈ ഷുഡ് യു ഗീവ് താങ്ക്സ്? എന്തുകൊണ്ട് നന്ദി കരയറ്റണം? അപ്പൊ കുറെ റീസൺസ് ഉണ്ട്. പഴയ നിയമങ്ങളും പുതിയ നിയമവും ഒക്കെ എടുത്തു നോക്കിയാൽ കാണാം, നമുക്ക് ഇതെല്ലാം അതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് കൊണ്ടുവരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്, വൈ ഷുഡ് ഗീവ് താങ്ക്സ് ഇൻ എവറിത്തിങ്? എല്ലാത്തിനും നമുക്ക് നന്ദി കരയറ്റുന്നത് എന്തിനാ? അപ്പൊ അവിടാണ് ചോദ്യം വരുന്നത്. എന്റെ സാഹചര്യം ഇങ്ങനെയാണ്, എനിക്ക് സ്തുതിക്കാനോ എനിക്ക് നന്ദി കരയറ്റാനോ പറ്റുന്ന ഒരു മാനസിക മൂഡിലല്ല ഞാൻ. അപ്പൊ പിന്നെ എങ്ങനെ നമുക്ക് നന്ദി കരയറ്റും? പ്രത്യേകിച്ച് ഈ സൂം ഫാമിലിയിൽ തന്നെ പല സമയത്തും പലർ റേസ് ചെയ്തിട്ടുണ്ട്, എന്റെ സിറ്റുവേഷൻ ഇതാണ്, അപ്പൊ ഈ സിറ്റുവേഷനകത്ത് ഞാൻ എങ്ങനെ നന്ദി കരയറ്റുന്നു? എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. അവിടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, നന്ദി കരയറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷനെ ബേസ് ചെയ്തല്ല. എന്റെ സാഹചര്യം എന്തുവായിക്കോട്ടെ, നല്ലതായിക്കോട്ടെ, ബുദ്ധിമുട്ടായിക്കോട്ടെ, വെരി ബാഡ് ആയിക്കോട്ടെ, ഇതിനകത്തൊന്നും എന്റെ ഇമോഷനോ എന്റെ ചിന്തയോ അതിനകത്ത് ഇൻവോൾവ്മെന്റ് ആകുന്നില്ല നന്ദി കരയറ്റാൻ. ബിക്കോസ് റിജോയ്സിങ് ആൻഡ് താങ്ക്സ് ഗിവിങ് ഈസ് ബേസ്ഡ് ഓൺ യുവർ വിൽ. നിങ്ങളുടെ ഇച്ഛയെ ബേസ് ചെയ്താണ്. അപ്പൊ ഇച്ഛ എന്ന് പറയുന്നത്, അല്ല വിൽ എന്ന് പറയുന്നത്, അതിന് ഒരു ഇമോഷൻസിനും ഇല്ല. അതുകൊണ്ടാണ് അതിന് പറയുന്നത് ഇറ്റ്സ് കോൾഡ് ബ്ലഡഡ്. അതിന് യാതൊരു ഇമോഷൻസും ഇല്ല. അപ്പൊ പ്രശ്നത്തിന്റെ നടുവിലും നിങ്ങളൊന്ന് സ്വിച്ച് ഇടുന്ന പോലെ ഐ വിൽ ബ്ലസ് ദ ലോർഡ്. ഇതാണ് സങ്കീർത്തനക്കാരൻ ദാവീദ്, ഞാൻ എന്റെ യഹോവയെ സ്തുതിക്കും. അതാണ് നമ്മളിപ്പോ കേട്ടത്. ഒന്നുകൂടെ ഒന്ന് വായിച്ച ആ സങ്കീർത്തനം, സാംസ് 103. എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. അപ്പൊ എന്റെ ആത്മാവെ പറയാ, ഈസ് കമാൻഡിങ് ഹിസ് വിൽ. എന്റെ ആത്മാവെ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്, അതിനെക്കുറിച്ച് വാഴ്ത്താനാ പറയാം. അപ്പൊ സാഹചര്യങ്ങളെ നോക്കിയോ പ്രശ്നങ്ങളെ നോക്കിയോ ഒന്നും അല്ല നമ്മൾ നന്ദി കരയറ്റുന്നത്. കാരണം അതൊരു വില്ലാണ്. നമ്മുടെ ഇച്ഛയെ നമ്മൾ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുമ്പോൾ, and the Holy Spirit takes control of your will, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഇച്ഛയുടെ മേൽ വർക്ക് ചെയ്യുമ്പോൾ, സ്വാധീനം ഏറ്റെടുക്കുമ്പോൾ, ഇമ്മീഡിയറ്റ് ആയിട്ടും എന്ത് സാഹചര്യമായാലും യു കൻ ഇമ്മീഡിയറ്റ്ലി ഐ വിൽ ബ്ലസ് ദ, ഞാൻ എൻ്റെ യഹോവയെ സ്തുതിക്കും, എൻ്റെ യഹോവയെ ഞാൻ നന്ദി കരയറ്റും. അതൊരു തീരുമാനമാണ്. അപ്പൊ അത് ഇമോഷനെ ബേസ് ചെയ്തല്ല. കാരണം ഏത് ഇമോഷന്റെ നടുവിലും എനിക്കും നിങ്ങൾക്കും ഇമോഷനിൽ നിന്ന് മാറി, അപ്പോ സാഹചര്യങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ എനിക്ക് നന്ദി കരയറ്റാൻ പറ്റത്തില്ലെന്ന് ആരെങ്കിലും പറയുമ്പോൾ മനസ്സിലാക്കിയോണ്ട് യു ആർ ഇമോഷണലി ഡ്രിവൻ.
നമ്മൾ വികാരാധീനമായി നമ്മൾ പ്രതികരിക്കുന്നതുകൊണ്ടാണ്. അതേസമയം അതൊന്നും മാറ്റിയില്ല. ഇതിന്റെ നടുവിലും ദൈവം എനിക്ക് അനുകൂലമാണ്. ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ എനിക്ക് പ്രതികൂലം എന്നുള്ളത് നിങ്ങളുടെ വില്ലിനെ, നിങ്ങളുടെ ഇച്ഛയെ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് ഐ വിൽ ബ്ലസ് ദ ലോർഡ്. സങ്കീർത്തനക്കാരൻ പാടിയൂടെ, ഞാൻ എൻ്റെ യഹോവയെ ഞാൻ സ്തുതിക്കും, എൻ്റെ യഹോവയെ ഞാൻ വന്ദിക്കും, എൻ്റെ യഹോവയോട് ഞാൻ ദീർഘകാലം സ്തുതിക്കും, അവന്റെ ആലയത്തിൽ ഞാൻ വസിക്കും. ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. സോ വൈ ഷുഡ് യു ഗീവ് താങ്ക്സ്? ബിക്കോസ് അത് റിലേഷൻഷിപ്പിലേക്ക് നമ്മളെ ബിൽഡ് ചെയ്യുക, ദൈവവുമായിട്ട് ആ സ്നേഹ ബന്ധത്തിലേക്ക് വരിക. അപ്പോൾ ഓരോ നന്ദി കരയറ്റിലും നമ്മൾ ജീവിത ശൈലിയായി ഞാനും നിങ്ങളും അത് കൾട്ടിവേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുന്തോറും ദൈവവുമായിട്ടുള്ള അകലം പതുക്കെ കുറഞ്ഞ് യു ബിക്കം മോർ ആൻഡ് മോർ പ്രസൻസ് ഓറിയന്റഡ്. ദൈവത്തിന്റെ പ്രസൻസിലേക്ക് നിങ്ങളായി വരും. നിങ്ങളും ദൈവവുമായിട്ടുള്ള ഇന്റിമസി ലെവൽ വർദ്ധിക്കാൻ തുടങ്ങും. അപ്പൊ ഇവിടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് സാഹചര്യത്തിന്റെ നടുവിലും എനിക്ക് നിങ്ങൾക്ക് 2 ടൈപ്പ് റെസ്പോൺസ് എപ്പോഴും വരാം. നമ്മൾ ഇമോഷണലി ഡ്രിവൺ ആണെങ്കിൽ, അതായത് വികാരധീനനായിട്ട് ഞാൻ പ്രതികരിക്കുകയാണെങ്കിൽ എപ്പോഴും ഞാൻ സാഹചര്യത്തിൽ അടിമപ്പെടും. എന്റെ മുന്നേ നിൽക്കുന്ന വിഷയം വലിയ മല പോലെ നിൽക്കും. അപ്പോ ഏത് പോരാട്ടത്തിന്റെ നടുവിലും സാഹചര്യവും സംസാരിക്കും, ദൈവത്തിന്റെ ആത്മാവും സംസാരിക്കും. അവിടാണ് മനസ്സിലാക്കുന്നത്. ബോത്ത് ആർ സ്പീക്കിംഗ്. ഇത് രണ്ടും സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഏതിന് പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. അവിടാണ് വൈ ഷുഡ് യു ഗീവ് താങ്ക്സ് ഇൻ എവറിത്തിങ്ങിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം സാഹചര്യം എന്നോട് സംസാരിക്കുന്ന ഇത് നിന്നെയും കൊണ്ടേ പോകും. നീ ബലഹീന, നീ ശക്തനല്ല, നീ എൻ്റെ മുമ്പിൽ വെറും വെട്ടിക്കിളി പോലെ, ഗ്രാസ് ഹോപ്പർ പോലെ. കാരണം സാഹചര്യങ്ങളെല്ലാം നിങ്ങളുടെ വികാരത്തെ ഉണർത്തി നെഗറ്റീവ് ഇമോഷൻസ് നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ വികാരങ്ങളിലേക്ക് കൊണ്ടുവന്ന് നെഗറ്റീവ് തോട്ട്സിലേക്ക് നിങ്ങളെ നയിക്കും. അപ്പൊ അതനുസരിച്ച് ഞാൻ പ്രതികരിക്കുന്നു. അയ്യോ, അപ്പൊ എന്താണ് എൻ്റെ ആദ്യത്തെ കൺഫെഷൻ, എന്താണ് ഞാൻ ആദ്യത്തെ പ്രതികരണം ബേസ് ചെയ്യുമ്പോൾ നമുക്കറിയാം. ഉടനെ മനസ്സിലാക്കിക്കോ, എന്നെ വികാരത്തിന്റെ അധീനനായിട്ടാണോ ഞാൻ നിൽക്കുന്നത്, അതോ ദൈവത്തിന്റെ പ്രസൻസിന്റെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്? എനിക്ക് തന്നെ ഒരു അളവുകോളായിട്ട് എടുക്കാൻ പറ്റും. It's a sign that whether you are in the presence or when you are responding to the truth in the kingdom or when you are reacting to the situations. അപ്പൊ നന്ദി കരയറ്റത്തിന്റെ പ്രധാന ഇമ്പോർട്ടൻസ് എന്താ? നിങ്ങളും നമ്മളും ദൈവവുമായിട്ടുള്ള ലവ് റിലേഷൻഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്തു. ആ സ്നേഹബന്ധം നമ്മൾ ബിൽഡ് ചെയ്യുന്തോറും ആ ഫ്രീഡം വരും. അതെന്റെ പിതാവാണ്, എൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ കൂടെയുണ്ട്, എനിക്ക് അനുകൂലമാണ്, എനിക്ക് പ്രതികൂലമല്ല, എനിക്ക് തുണയായി നിൽക്കുന്നതാണെന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക്, നിങ്ങളുടെ വികാരങ്ങളിലേക്ക്, ഇമോഷൻസിലേക്ക് വന്ന് എല്ലാ നെഗറ്റീവ് ഇമോഷൻസിനെ മാറ്റി ഒരു സ്വാതന്ത്ര്യം ആ മേഖലയിൽ വരുമ്പോഴത്തേക്ക് ആ ബന്ധത്തിലേക്ക് എനിക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഇൻ എവറിത്തിങ്, എല്ലാത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതും നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും ആദ്യം നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു റെസ്പോൺസ് ആണ് ഇടപെടാതെ നന്ദി കരയറ്റാനും ഇടപെടാതെ പ്രാർത്ഥിക്കുവാനും എല്ലാ കാര്യങ്ങളും നന്ദി കരയറ്റുവാൻ. കാരണം ഇതാണ് ദൈവഹിതം. ആ സാഹചര്യത്തിൽ ദൈവത്തിന്റെ ഹിതം ഇതാണ്. കാരണം അതിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിങ്ങൾ വളരുകയും ചെയ്യും, ഇന്റിമസി ലെവൽ വർദ്ധിക്കുകയും ചെയ്യും. അത് തന്നെയല്ല, എൻ്റെ ദൃഷ്ടി എൻ്റെ സാഹചര്യത്തിൽ നിന്ന്, എൻ്റെ വിഷയത്തിൽ നിന്ന് ഞാൻ കണ്ണുമാറ്റി ഞാൻ ദൈവത്തിലേക്ക് കണ്ണുവെക്കുന്നു. കാരണം ദൈവത്തിലേക്ക് ഞാൻ കണ്ണുവെക്കുമ്പോൾ യേശുവാണ് എൻ്റെ വിശ്വാസത്തിന്റെ നായകനും എൻ്റെ വിശ്വാസത്തെ പൂർത്തീകരിക്കുന്നവരിലേക്ക് ഞാൻ ദൃഷ്ടി വെക്കുന്നു. അപ്പോ when you rejoice and when you give thanks, അപ്പോ റിജോയ്സിങ്ങും നന്ദി കരയറ്റും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ദൃഷ്ടി നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൽ നിന്ന് മാറി ദൈവത്തിലേക്ക് വരുമ്പോഴത്തേക്ക്, നിങ്ങൾ ദൈവത്തിന്റെ പ്രസൻസിലേക്ക് വരുമ്പോൾ you will begin to see someone who is so big, someone is so majestic, someone is so sovereign and someone is so supreme. ആ മനോഹരത്വം, ദൈവത്തിന്റെ മനോഹരത്തെ, ദൈവത്തിന്റെ ബ്യൂട്ടി, ദൈവത്തിന്റെ ആ മാജസ്റ്റിയും ദൈവത്തിന്റെ ആ സുപ്രീമസി എല്ലാം കാണുമ്പോൾ your circumstances become smaller and smaller and smaller. നിങ്ങളുടെ വിഷയം ചെറുതാകുകയും ചെയ്യും.
you will begin to see someone greater than yourself. നിങ്ങളെ കാട്ടി, നിങ്ങളുടെ വിഷയത്തെ കാട്ടി വലിയവനായ ഒരു ദൈവത്തെ നിങ്ങൾ ദർശിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്തൊരു സന്തോഷം, ഒരു സമാധാനവും വരും, ഒരു സ്വസ്ഥതയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റും. ഇതുകൊണ്ടാണ് യേശു മത്തായിയുടെ സുവിശേഷം നമുക്ക് അറിയാൻ പറയുന്നത് 13:28 വരുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എന്റെ അടുക്ക വാ. നിങ്ങൾ വലിയ ഭാരം, വലിയ ചുമട് കൊണ്ടാണ് നടക്കുന്നത്, വലിയ നുകം നിങ്ങളുടെ തോളെ വെച്ചോണ്ടാണ് നടക്കുന്നത്, എന്റെ അടുക്ക വാ. നിങ്ങളുടെ നുകം എന്റെ തോളയിൽ വെച്ച് എന്റെ നുകമേക്ക്. ഞാൻ നിങ്ങളെ സ്വസ്ഥത തരാം, ഞാൻ നിങ്ങൾക്ക് റെസ്റ്റ് തരാം, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം, ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. എങ്ങനെ? നിങ്ങളുടെ ഭാരമുള്ള നുകം എന്റെ മേൽ വെക്കുക. എന്റെ നുകം ലഘുവാണ്, മൃദുവാണ്. അത് നിങ്ങളുടെ മേൽ വെച്ചാൽ വലിയവനായ ഞാൻ നിങ്ങളെ കൈപിടിച്ച് ഈ വിഷയത്തിനകത്തൂടെ നടത്തി എന്റെ ബലത്തിൽ നിങ്ങൾക്ക് സകലത്തിന്മേൽ ജയമെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് കർത്താവ് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ലോകത്തിൽ കഷ്ടമുണ്ട്. അപ്പോ ഈ ലോകത്തിലെ കഷ്ടങ്ങളെല്ലാം ദൈവത്തിൽ നിന്നാണ് അടുത്ത ചോദ്യം ചോദിക്കും. Is it because of God? No. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. God is not in total control. ദൈവം സകലത്തിന്മേൽ അധികാരം എടുക്കുന്നില്ല, അധികാരിയാണ്. പക്ഷെ ഇന്ന് ഭൂമിയിൽ ദൈവത്തിന്റെ മക്കൾക്കാണ് ദൈവം അധികാരം കൈമാറിയത്. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് പോകുന്ന ക്രിസ്തു പറഞ്ഞു, സകലത്തിന്റെയും സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആ അധികാരം ഞാൻ നിങ്ങൾക്ക് തരും. സോ വാട്ട് എവർ ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്, ഏത് സർക്കംസ്റ്റാൻസിലാണ്, ഏത് അവസ്ഥയിലാണ് നിങ്ങൾ ഇതായിരിക്കുന്നത്, ഗോഡ് ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ഓൾ ദ ട്രബിൾസ്. ദൈവമല്ല അതിന്റെ ഒറിജിനേറ്റർ, ദൈവമല്ല അത് ഡിസൈൻ ചെയ്തു. പിന്നെ അതെങ്ങനെ സംഭവിക്കുന്ന? മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ലോകത്ത് നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് വരാം, നമ്മുടെ നേഷന്റെ പ്രവൃത്തി, തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് കൊണ്ടുവരാം, കാലാവസ്ഥ, സന്തുലിതാവസ്ഥയൊക്കെ നമുക്ക് അറിയാമല്ലോ. ഇതെല്ലാം മാൻമെയ്ഡ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ നടുവിൽ ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ ദൈവത്തെ അനുവദിക്കുമ്പോൾ, എങ്ങനെ? നന്ദി കരേറ്റത്തിലും പ്രാർത്ഥനയാലും ഇടപെടാതെ സ്തോത്രം ചെയ്യുമ്പോഴും ദൈവത്തെ അനുവദിക്കുമ്പോൾ he takes charge of your situation. നിങ്ങളുടെ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്മേൽ അത് എന്തുമായിക്കോട്ടെ, ഗോഡ് വിൽ ടേക്ക് ചാർജ് ഓവർ ഇറ്റ് ആൻഡ് നന്മയ്ക്കായി കൂടി വ്യാപരിച്ചു കൊണ്ടുവരും. നമ്മൾ എപ്പോഴും കോട്ട് ചെയ്യുന്ന ഒരു വാക്യമുണ്ട്, റോമാലേഖനം 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവത്തിന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. എപ്പോഴും നമ്മൾ കോട്ട് ചെയ്യുന്ന. പക്ഷെ അതിനകത്ത് 2 കീ വേഴ്സസ് ഉണ്ട്. അതിന്റെ ക്ലൂ അവിടെ കിടക്കുന്നു. അതിന്റെ താക്കോൽ അതാ. എങ്ങനെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്? നമ്മൾ തന്നെ തിരിഞ്ഞു നോക്കിയാൽ, നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ, നമ്മുടെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ചതുപോലാണോ നന്മയ്ക്കായി കൂടി വ്യാപരിച്ചത്? അല്ല. നോ. അപ്പൊ എങ്ങനെ അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവം എങ്ങനെ അത് ചാർജ് എടുത്ത് അതെങ്ങനെ എന്റെ നന്മയ്ക്കായിട്ട്, നിങ്ങളുടെ നന്മയ്ക്കായിട്ട് ദൈവം എങ്ങനെ കൂടി വ്യാപരിപ്പിക്കും? ഈ സാഹചര്യത്തിന് നടുവിലും, ഈ അവസ്ഥയുടെ നടുവിലും, ആ സിറ്റുവേഷന്റെ നടുവിലും ദൈവം എന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിന് ഈ വിഷയത്തിൽ എന്നെ അകറ്റാൻ പറ്റത്തില്ല. ഈ ഒരു സാഹചര്യത്തിലും, ഒരു വിഷയത്തിലും, ഉപദ്രവത്തിനോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ പെർസിക്യൂഷനോ ഒന്നും നിങ്ങളെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റാൻ പറ്റത്തില്ലെങ്കിൽ എന്റെ റെസ്പോൺസ് എന്തായിരിക്കണം? ആദ്യത്തെ, I must always rejoice and I must also always give thanks. അപ്പോ those who love God, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരു വാക്യം അവിടെ വരുമ്പോ എന്റെ പ്രതികരണം അതാ. എങ്ങനെ? കർത്താവേ നന്ദി, കർത്താവേ അങ്ങ് എന്നെ സ്നേഹിച്ചതായിട്ട് നന്ദി, എന്നെ ആദ്യ സ്നേഹത്തിലേക്ക് കൊണ്ടുവന്നതിനായിട്ട് നന്ദി. ദിസ് ഇസ് ദ വേ യു റിജോയ്സ് ആൻഡ് ഗിവ് താങ്ക്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? കർത്താവേ നന്ദി, അങ്ങ് എന്നെ സ്നേഹിക്കുന്നതിനായിട്ട് നന്ദി, ഒരു നാളും കൈവിടാത്തതിനായിട്ട് നന്ദി, ഒരു നാൾ ഉപേക്ഷിക്കുന്നതിനായിട്ട് നന്ദി, അങ്ങ് തുണയായി നിൽക്കുന്നതിനായിട്ട് നന്ദി. ഞാൻ എന്തോ ചെയ്യുന്ന ഈ സമയത്ത്? എന്റെ ദൃഷ്ടി എന്റെ വിഷയത്തിൽ നിന്ന് മാറ്റി എന്റെ ദൃഷ്ടി വലിയവനായി ദൈവത്തിലേക്ക് ഫിക്സ് ചെയ്യുക. അത് ഫിക്സ് ചെയ്യുമ്പോൾ ഞാൻ എന്തോ ചെയ്യുന്നു? 2 കാര്യങ്ങൾ ചെയ്യുന്നു. എന്റെ വിഷയത്തെ കാട്ടി ദൈവത്തിന് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് വളരെ വ്യക്തമാണ്, എപ്പോഴും സന്തോഷത്തോടായിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാത്തിനും നന്ദി കരേറ്റു. കാരണം എന്നാ? ഇത് 3 ഞാൻ ചെയ്യുമ്പോൾ എന്റെ ദൃഷ്ടി, എന്റെ ഫോക്കസ് എന്റെ വിഷയത്തിൽ നിന്ന് ഞാൻ മാറ്റി വലിയവനായി ദൈവത്തിലേക്ക് വെക്കുമ്പോൾ ഐ ആം ഗിവിങ് ഫസ്റ്റ് പ്രയോറിറ്റി,
preeminence to Jesus who is in me, with me and for me. എന്ന് വെച്ചാൽ എന്റെ വിഷയത്തെ ദൈവത്തിന്റെ പ്രസൻസിലേക്ക് ഞാൻ കൊണ്ടുവരുമ്പോൾ, ദൈവത്തിന്റെ പ്രസൻസിലായിരിക്കുമ്പോൾ ഏത് വിഷയത്തിന്റെ മുട്ട് വലിയവനായ ദൈവത്തിന്റെ ലോർഡ്ഷിപ്പിന് മുഴുവൻ മുട്ട് മടക്കിക്കുക. നിങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. സകല മുട്ടും മടങ്ങും വാക്യമുണ്ട്. എങ്ങനെയാ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളുടെ വിഷയത്തിന്റെ നടുവിൽ നിങ്ങൾ സന്തോഷിക്കുകയും നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും നടുവിൽ നിങ്ങൾ ദൈവത്തിന് സ്തോത്രം നന്ദി കരയറ്റുമ്പോൾ എന്തോ ചെയ്യുന്നത്? നിങ്ങളുടെ വിഷയത്തെ ദൈവത്തിന്റെ പ്രസൻസിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക മാത്രമല്ല, പ്രസൻസിന് മുമ്പിൽ, ദൈവത്തിന്റെ പ്രസൻസിന് മുമ്പിൽ, ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ എല്ലാ മുട്ടും മടങ്ങും. നിങ്ങളുടെ സാഹചര്യത്തിന്റെ മുട്ടും, നിങ്ങളുടെ സാഹചര്യത്തിന്റെ മോനെ അവിടെ ഒടിഞ്ഞ് മുട്ടും മടക്കുക. കാരണം എന്റെ ദൃഷ്ടി എന്റെ വിഷയത്തിൽ നിന്ന് മാറ്റി ഐ എം സീയിങ് ദ ബിഗ് ഗോഡ്. ഇത് പഴയ നിയമത്തിലുമുണ്ട്. 12 സ്പൈസസിനെ വിടുന്നു. കനാൻ ദേശത്ത് പോയി നിങ്ങൾ നോക്കിയിട്ട് വാ, എങ്ങനെയുണ്ട് ആ ദേശം. 10 പേര് പോയി വന്നു. അയ്യോ, അവിടുത്തെ ഫലം ഗ്രേപ്സ് ഒക്കെ കണ്ട വലിയ വലിയ ഗ്രേപ്സ് ആണ്. ഒരു കൊലയൊക്കെ 3-4 പേര് ഒരുമിച്ച് തൂക്കി എടുത്തോണ്ട് വരാം, അത്ര വലുതാണ്. അതുപോലെ തന്നെ അവിടെ മല്ലന്മാരും ഉണ്ട്. അയ്യോ, അവരെ കണ്ടാൽ നമുക്ക് പേടിച്ചു. ഒരു കാലത്ത് നമുക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. 10 പേരുടെ റിപ്പോർട്ട് ചെയ്തായിരുന്നു. കാരണം അവർ വിഷയത്തെ കണ്ടു, അവരുടെ പ്രശ്നത്തെ വലുതാക്കി കണ്ടു. അപ്പൊ പ്രശ്നത്തെ ഞാൻ കൂടുതൽ ദർശിക്കും തോറും, പ്രശ്നത്തെ ഞാൻ കൂടുതൽ എന്റെ വിഷയത്തിന് ഞാൻ എന്റെ ഫോക്കസ് വെക്കും തോറും എന്റെ വിഷയം വലുതായി മല വലുതായി തന്നെ വരും. അതേസമയം എന്റെ വിഷയത്തിന് നടുവിൽ നിന്ന് എന്റെ കണ്ണെടുത്ത് എന്റെ ദൈവത്തിലേക്ക്, എന്റെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിലേക്ക്, ദൈവത്തിന്റെ പ്രസൻസിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യും തോറും ഈ മല ചെറുതായി താഴ്വാരമായി വരും. ഞാൻ എന്റെ ഉള്ളിലെ വലിയവനായി ദൈവത്തെ ദർശിക്കും. ദൈവത്തിന്റെ പ്രസൻസ് വരുമ്പോൾ മല പോലിരിക്കുന്ന താഴ്വാരമായി സമതല ഭൂമിയായി മാറും. അവിടെ ജീവന്റെ ജലം വരാൻ തുടങ്ങും. എന്റെ ദൈവമക്കളെ, ഗോഡ് ഓൾവേസ് വാണ്ട്സ് ടു ബി അസോസിയേറ്റ് വിത്ത് യു ഇൻ യുവർ വീക്ക് മൊമെന്റ്സ് ഓഫ് ലൈഫ്. ദൈവം നിങ്ങളുടെ ഏറ്റവും താണ അവസ്ഥയിൽ, ഏറ്റവും ബലഹീനമായ അവസ്ഥയിൽ ദൈവം നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ദൈവം ആശിക്കുന്നു. അതിന്റെ കീ എന്താണ്? നന്ദി കരയറ്റ, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യത്തിലും സന്തോഷത്തോടെ നന്ദി ഒന്ന് കരയറ്റാൻ നോക്കി. കാരണം ആത്മീയ മണ്ഡലത്തില് നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ദൈവം, സ്പിരിറ്റ് തലത്തില് ദൈവം സ്വർഗീയ സ്ഥാനങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഇരുത്തപ്പെട്ട, വലത്തുഭാഗത്ത് ഇരുത്തപ്പെട്ട അവിടേക്ക് നിങ്ങളുടെ ആത്മാവിൽ ദൈവം ഉയർത്തുമ്പോൾ നിങ്ങളുടെ സാഹചര്യമല്ല നിങ്ങൾ കാണുന്നത്, പിന്നെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പിതാവായ ദൈവത്തെയും യേശുവിനെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യത്തിലും നന്ദി. അപ്പൊ നോക്കിക്കുക, ഈ 2 കാര്യങ്ങളും മേളിൽ പറയുന്ന എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനും 18 പറയുന്ന എല്ലാ കാര്യങ്ങളും നന്ദി കരയറ്റും. അപ്പൊ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇവൻ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും തന്നെ മാറും. യുവർ പ്രയർ ലൈഫ് വിൽ ബിഗിൻ ടു ചേഞ്ച്. അതുകൊണ്ടാണ് ആ പ്രയറിനെ റിജോയ്സ് ഓൾവേസ് ആൻഡ് ഇൻ എവറിത്തിങ് ഗിവ് താങ്ക്സ് ഇടയെ കൊണ്ട് സാൻഡ്വിച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ദൈവം ചുമ്മാ എഴുതി വെച്ചേക്കുന്നല്ല പരിശുദ്ധാത്മാവ്. അത് വലിയൊരു മാർമിക സത്യമാണ്. അപ്പൊ എന്റെ പ്രാർത്ഥനാ ജീവിതവും തന്നെ മാറും. കാരണം ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുന്നിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ വിഷയത്തെ കുറിച്ചല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, വിഷയത്തിനകത്ത് ദൈവം തന്ന ഉത്തരവുമായിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. That is something amazing. That is called praying with God. ദൈവത്തിന്റെ കൂടെ ആൻസറോട് കൂടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിലോട്ടല്ല. ഇറ്റ്സ് നോട്ട് ടുവേഴ്സ് ഗോഡ്. ദൈവത്തിനോട്ടല്ല പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിന്റെ കൂടെ നിന്ന് ഉത്തരത്തോടു കൂടിയാ പ്രാർത്ഥിക്കുന്നത്. ഇതുകൊണ്ടാണ് ബൈബിളിനകത്ത് പറഞ്ഞത് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ വിഷയം വരുമ്പോൾ ദൈവം പറയും, മുട്ടുവേൻ, മുട്ടിക്കൊണ്ടിരിക്കുക, അന്വേഷിക്കുവേൻ, അല്ലേ? ഇത് 3 കാര്യങ്ങൾ പറയുന്നു. നോക്ക്, സീക്ക്, ആസ്ക്, ചോദിക്കുക, മുട്ടുക, അന്വേഷിക്കുക. എന്തിനാ ദൈവം ആ ഒരു മാർമിക സത്യം വെച്ചിരിക്കുന്നത്? കാരണം നമ്മുടെ പല പ്രാർത്ഥനകളെ ദൈവം അറിയാം, ദൈവത്തിന്റെ ഹിതം അനുസരിച്ചല്ല ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നു. അപ്പൊ ദൈവം പറയാം, കമോൺ, കുറച്ചുകൂടെ പ്രാർത്ഥിക്കും, കമോൺ, ആ പ്രസൻസീവ, റിജോയ്സ് ചെയ്യും, നന്ദി കരയറ്റ്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന മാറും. കാരണം നിങ്ങൾ പ്രസൻസിലോട്ട് അടുക്കുമ്പോഴോ, ഇന്റിമിസിലോട്ട് നിങ്ങൾ വരും തോറും
ദൈവത്തിന്റെ നിലത്തിലേക്ക് ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുമ്പോൾ, ദൈവത്തിന്റെ നീതിബോധത്തിലേക്ക് ഞാൻ നിങ്ങൾ വരുമ്പോഴത്തോറും, ദൈവത്തിന്റെ ആ വലിയ മനോഹരമായ മുഖം കാണുമ്പോൾ, വലിയവനായി ദൈവത്തെ നിങ്ങൾ ദർശിക്കുന്തോറും, നിങ്ങളുടെ വിഷയം ചെറുതായി വരുന്തോറും, യു വിൽ നോ വാട്ട് ദ ഹോളി സ്പിരിറ്റ് ഈസ് പ്രേയിങ്. കാരണം നമുക്ക് റോമാലേഖനം 8:29 നമുക്ക് വേണ്ടവണ്ണം പ്രാർത്ഥിക്കാൻ നമുക്ക് അറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഞരങ്ങുന്നു. അപ്പൊ എന്തിനാ പരിശുദ്ധാത്മാവ് ഞരങ്ങുന്നു? ഞാൻ ഇവന്റെ കൂടെ വസിക്കുന്നല്ലോ, ഇവന്റെ പെറുപെറുപ്പും ഇവന്റെ കംപ്ലൈന്റ് കേട്ട് മടുത്തല്ലോ. ഒരിക്കലും അല്ല കേട്ടോ. ഒരു തമാശയായിട്ട് ഞാൻ പറഞ്ഞു, ഒരിക്കലും അല്ല. കാരണം അറിയാം നമ്മളെ അപ്പൊ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു പിതാവിന്റെ വലത്ത് ഭാഗത്ത് സദാസമയം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ രണ്ട് വ്യക്തികൾ, എനിക്കും നിങ്ങൾക്കും, തൃത്വത്തിൽ രണ്ട് വ്യക്തികൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥം വാദിക്കുന്നു നിങ്ങളുടെ വിഷയത്തിന്മേൽ. യേശു പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവും പ്രാർത്ഥിക്കുന്നു. ഈ രണ്ട് വ്യക്തികൾ എന്താണ് നിങ്ങളുടെ വിഷയത്തിന്മേൽ പ്രാർത്ഥിക്കുന്നത് തിരിച്ചറിയുന്നതാണ് praying with God, praying like a bride. നമ്മുടെ എല്ലാം പ്രാർത്ഥന is praying like a widow. അനാഥത്വത്തിൽ നിന്ന് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നു, പുത്രത്വത്തിൽ നിന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതൊരു വലിയ മാർമിക സത്യമാണ്. കാരണം എന്നാന്നറിയാം, ഈ പ്രാർത്ഥനാ ശൈലിയിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ the greatest prayer, ഏത് നന്ദി കരയറ്റത്തിന്, സ്തോത്രം കരയുന്നതിന് ഏറ്റവും ഉന്നതമായ ഒരു പ്രയർ ഉണ്ട്. ദാറ്റ്സ് കോൾഡ് lamentations. വിലാപത്തിന്റെ ഉള്ള സാക്രിഫൈസ്. ദാറ്റ് ഇസ് സംതിങ് അമേസിങ്. അതൊന്ന് നമുക്ക് നോക്കാം. ഹബൂക്ക 3:17 ഒന്ന് വായിക്കാം സാറേ. ദാറ്റ് ഇസ് സംതിങ് അമേസിങ്. നിങ്ങൾ കേട്ടോണത്, ആ വാക്യം ഒന്ന് കേട്ടോണേ. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. പഴയ നിയമത്തിലെ ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയാണ് നോക്കണം. അന്ന് അവർക്ക് ഏറ്റവും വലുത്, നമ്മൾ ഇന്ന് സമ്പത്തിന് പ്രാർത്ഥിക്കുന്നത്, അന്ന് അവരുടെ സമ്പത്ത് ആടുമാടുകളും മുന്തിരിത്തോട്ടം ഇതൊക്കെയായിരുന്നു അവരുടെ പ്രൊഡ്യൂസ്. അതിൽ നിന്നാണ് അവർ സമ്പത്ത് വന്നുകൊണ്ടിരുന്നത്. അത് പറയുന്നത് എന്തൊക്കെയാന്ന് നോക്കിയേ. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, അത്തിവൃക്ഷം പൂക്കുന്നില്ല. മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, മുന്തിരിയിൽ ഫലം വന്നില്ലേലും, ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും, ഒലിവ് മരത്തിൽ കായ്കളില്ലെങ്കിലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും. അപ്പൊ ഇത് ഈ മേഖലകൾ കൂടാണ് അവരുടെ സമ്പത്ത് മുഴുവൻ വന്നുകൊണ്ടിരുന്നത്. ഇതൊന്നും വന്നില്ലേലും ഇതിന്റെയൊക്കെ നടുവിൽ ഐ ജസ്റ്റ് വിൽ റിജോയ്സ് ആൻഡ് ഗിവ് യു താങ്ക്സ് ലോർഡ്. പഴയ നിയമത്തിൽ ഒരു ഭക്തനാ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ പ്രാർത്ഥന എന്താ? അപ്പൊ ദാറ്റ്സ് കോൾഡ് ദ ലെമന്റേഷൻസ്. അതാണ് സാക്രിഫൈസ് ഓഫ് താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്നത്. ഏറ്റവും ഉന്നതമായ പ്രയർ. അത് ഞാനും നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? കർത്താവേ, നമുക്കറിയാം പല കാര്യങ്ങളും പല സാഹചര്യത്തിൽ നമുക്ക് ഉറ്റപ്പെട്ടവർ, വളരെ ക്ലോസ് ആയിട്ടുള്ളവർ, നമ്മുടെ ഉടയവർ നമ്മളിൽ നിന്ന് വേർപെട്ടു ചെറുപ്രായത്തിൽ തന്നെ പല വിഷയത്തിന്മേൽ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ തകർന്നിരിക്കുന്ന സമയമാണ്. ഇതിന്റെയൊക്കെ നടുവിലും നമുക്ക് രണ്ട് റെസ്പോൺസ്. ഒന്നി നമുക്ക് പെറുപെറുക്കാം, അല്ലെ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കാം. മർമറിങ് ആൻഡ് കംപ്ലൈനിങ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് ഹെൽ. അത് നരകത്തിന്റെ ലാംഗ്വേജ് ആണ്. അതേസമയം റിജോയ്സിങ്, പ്രേ വിത്തൗട്ട് സീസിങ് ആൻഡ് ഗിവിംഗ് താങ്ക്സ് ഇൻ എവറിത്തിങ്, അത് സ്വർഗീയ ലാംഗ്വേജ് ആണ്, സ്വർഗത്തിന്റെ ആരാധനയുടെ ഭാഷയാണ്. അപ്പൊ നമ്മള് ഈ വിഷയത്തിന്റെ നടുവിൽ എങ്ങനെ ആ ലെമന്റേഷനോട് ഞാൻ കർത്താവേ, എന്റെ ഉടയവർ നഷ്ടപ്പെട്ടാലും, എന്റെ പ്രിയപ്പെട്ട മകനോ എന്റെ പ്രിയപ്പെട്ട മകളോ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ ആയിക്കോട്ടെ, ശരിയാണ്, എനിക്ക് നഷ്ടപ്പെട്ടു, എനിക്ക് പ്രയാസമുണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാം നടുവിലും അങ്ങാണ് ഏറ്റവും വലിയ സ്നേഹവാനാണ്. എനിക്ക് ഇത്രയും വലിയൊരു രക്ഷ തന്നല്ല കർത്താവെ. അതുകൊണ്ട് എന്റെ വിഷയത്തെ, എന്റെ പ്രശ്നത്തെ എടുത്ത് കർത്താവെ ഞാൻ അങ്ങേക്ക് യാഗമായിട്ട് സ്തോത്രം ഞാൻ കരയറ്റുന്നു. ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പ്രയർ ഇൻ ഓൾ യുവർ ലൈഫ്. അതാണ് അത്തി പൂത്തില്ല, മുന്തിരിമേൽ ഇന്ന് ഫലമില്ല, വയലിൽ ഒന്നുമില്ല, എന്നിരുന്നാലും ഞാൻ യഹോവയെ സ്തുതിക്കണം, അങ്ങ് വാഗ്ദത്തം ചെയ്തവനാണ്, എന്നെ എത്തിച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് ഏറ്റവും വലിയ ദാനം എൻ്റെ ദൈവമക്കളെ തന്നത് ആരെയാ?
തന്റെ സ്വന്തം പുത്രനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിനുള്ളിൽ എന്നെ നിങ്ങളെ വെച്ചിരിക്കുന്നത്, ക്രിസ്തുവിനുള്ളിലാണ് വെച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ദ ഫാദർ ഗോഡ്. ആ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വരിക വഴി ദൈവത്തിന്റെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ക്രിസ്തുവിനകത്തുണ്ട്. സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുവിനകത്ത് നിറവേറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ വിഷയത്തിന്റെ നടുവിൽ ഞാൻ നന്ദി കരേറ്റുമ്പോൾ, ഞാൻ സ്തുതിക്കുമ്പോൾ, ദൈവ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തു എന്റെ വിഷയത്തിന്മേൽ എന്താണ് യെസ് ആൻഡ് ആമേൻ, എന്താണ് എന്ന് പറയുന്നത് എന്റെ ചെവികളിലേക്ക് എടുത്തു ഉയർത്തി അറിയിച്ചു തരുന്നതാണ് യഥാർത്ഥമായിട്ടും ആ റിജോയ്സിങ്ങിന്റെയും നന്ദി പറയത്തിന്റെ കീ. എന്ന് വെച്ചാൽ, when you start rejoicing and when you start giving thanks, you will hear the voice of God. ദൈവത്തിന്റെ മൃദുലമായ ശബ്ദം നിങ്ങളുടെ കാതുകൾ കേൾക്കാൻ നിങ്ങൾ പരിശീലിപ്പിക്കപ്പെടുകയാണ്. അത് മാത്രമല്ല, ദൈവത്തിന്റെ പ്രസൻസിലേക്ക് മോർ ആൻഡ് മോർ നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് മാർമിക സത്യങ്ങളാണ് ദൈവം ഇതിൻ്റെ അകത്തോടെ നമുക്ക് ഇന്ന് തുറന്നു തന്നേക്കുന്നത്. വിനോ സംതിങ് അമേസിങ്. അതുകൊണ്ടാണ് മിക്കവാറും എപ്പോഴും ഞങ്ങൾ പറയുന്നൊരു കാര്യമാണ്, എപ്പോഴും സന്തോഷത്തിലായിരിക്കും. കാരണം നമുക്ക് സന്തോഷിക്കാനേ വകയുള്ളൂ. പുത്രനെ തരിക വഴി എനിക്കും നിങ്ങൾക്കും ജീവനും വിശുദ്ധിക്കും ഭക്തിക്കും വേണ്ടിയുള്ളതെല്ലാം എൻ്റെ നിങ്ങളുടെ ആത്മാവിലുണ്ട്. ഇന്ന് ഉള്ളിലിരിക്കുന്നു പുത്രനായ യേശു. ആ യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടി എന്താ പ്രാർത്ഥിക്കുന്നു? ദൈവത്തിന്റെ ആത്മാവ് വലത്തുഭാഗത്ത് പിതാവിന്റെ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്ന് ഞരങ്ങുന്നു. എന്താണ്? എൻ്റെ മകനെ, എൻ്റെ മകളെ, ഈ വിഷയത്തിന്മേൽ ഉത്തരം ഇതാണ്. അത് കേൾക്കുവാൻ വേണ്ടി, അതെനിക്ക് പ്രാപിക്കുവാൻ വേണ്ടി, അതിൽ ഞാൻ റിസീവ് ചെയ്ത് അതിൽ ഞാൻ ജീവിക്കുവാനും ആ പോക്ക് വഴിയിലേക്ക് ഞാൻ കടന്ന് ദൈവത്തിൽ ഞാൻ ആരെന്നും ഞാൻ ആരായി തീരുന്നുവെന്നും ഈ ദൈവം എനിക്കാരെന്നും ആ വെളിപ്പാടുകൾ നിറയുമ്പോഴാണ് ഈ നമ്മുടെ ഉള്ളിൽ വന്ന ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും പിതാവിന്റെ പരിജ്ഞാനത്തിലും ഞാനും നിങ്ങളും വളരുമ്പോഴാണ് ഈ മുഴുവൻ മാർമിക സത്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ വെളിപ്പെട്ട് പുറത്തു വരുന്നത്. So cultivate a habit of rejoicing and start giving thanks. എല്ലാത്തിനും നന്ദി കരട്ടു. യെസ്, യു ഹാവ്. കാരണം അത് എൻ്റെ ഇമോഷനെ ബേസ് ചെയ്തല്ല, എൻ്റെ ഇച്ഛയെ ഞാൻ പരിശുദ്ധാത്മാവ്, എൻ്റെ വില്ലിനെ പരിശുദ്ധാത്മാവ് ഞാൻ സറണ്ടർ ചെയ്യുമ്പോൾ ഐ വിൽ ബ്ലസ് ദ ലോർഡ്. കാരണം എനിക്ക് സന്തോഷിക്കാനേ ഇടയുള്ളൂ. ഞാൻ സന്തോഷിക്കുമ്പോൾ ദൈവം എന്നെ സ്നേഹിക്കുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രതികരണമാണ് കർത്താവേ എന്നെ സ്നേഹിച്ചതിനായിട്ട് നന്ദി. അതുകൊണ്ടാണ് പിതാവായ ദൈവം എന്നെ നിങ്ങളെ ആദ്യ സ്നേഹത്തിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. ആദ്യ സ്നേഹം ഏതാ? ക്രിസ്തുവിനകത്തെ സ്നേഹം. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവിനെ കൊണ്ടുവരികയും നിങ്ങളുടെ ഉള്ളിൽ യേശുവിനെ വെച്ചിരിക്കുക വഴി ആദ്യ സ്നേഹത്തിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നന്ദി കരയറ്റുമ്പോൾ പിതാവായ ദൈവം നിങ്ങളുടെ ഉള്ളിലെ ക്രിസ്തുവിനോട് എന്താണ് സംസാരിക്കുന്നത്, എന്താണ് നിങ്ങളുടെ വിഷയത്തിൽ കാണുന്നത്, എന്താണ് വിഷയം, എങ്ങനെ നിലനിൽക്കണം, എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിലെ യേശുവിനോട് സംസാരിക്കുന്നു. യേശു നിങ്ങളോട് സംസാരിക്കുന്നു. യേശു നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. യേശു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ആ മാർമിക സത്യങ്ങളെ കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, പക്ഷെ വെളിപ്പെടുത്തി തരുന്നു. ഇന്ന് ദാറ്റ് ഈസ് കിങ്ഡം. ഇതാണ് ദൈവരാജ്യം. എനിക്കും നിങ്ങൾക്കും ഇന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും മുന്നമേ എൻ്റെ പിതാവ് പോയി വഴി ഒരുക്കി, പോക്ക് വഴി ഒരുക്കി ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ യേശുവിനെ തന്നിരിക്കുക. എന്തിന്? ലെറ്റ്സ് വാക്ക് ദിസ് ജേർണി ടുഗദർ. ഈ ദൈവരാജ്യത്തിന്റെ യാത്ര ഒരു സ്റ്റോറിയാണ്, ഒരു കഥയാണ്. എനിക്ക് നിങ്ങൾക്ക് ഒരു സ്റ്റോറിയുമാണ്, ഒരു ജേർണിയുമാണ്, ഒരു യാത്രയുമാണ്. ഈ യാത്രയിൽ ചിലപ്പോ അത്തിഫലം ഉണ്ടാകത്തില്ല, വൈനയിൽ ഫലം കാണിക്കത്തില്ല. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒന്നും ഫലം പ്രകടിപ്പിക്കത്തില്ല. പക്ഷേ അതിൻ്റെ നടുവിൽ ആ ഒരു ആത്മീയ വർധനയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ, കൈ പിടിച്ച് ദൈവം ഇതിനെ മേൽ ഉയർത്തുമ്പോൾ അത്തി പൂക്കും, വൈൻ ഫലം കായ്ക്കും, സമൃദ്ധിയിലേക്ക് ദൈവരാജ്യത്തിലേക്ക് എന്നെ നിങ്ങളെ നടത്തും. അപ്പൊ ദൈവരാജ്യത്തിന്റെ സമൃദ്ധി എന്ന് പറയുന്നത് എന്താണ്? കുറെ സാമ്പത്തിക മേഖലയിൽ നിങ്ങൾ വളരുന്നതല്ല, അതല്ല, അത് വരും. ആസ് യുവർ സോൾ പ്രോസ്പേഴ്സ്. 1 യോഹന്നാൻ 3:2 പറയുന്നത്, നിങ്ങളുടെ ദേഹി പ്രോസ്പർ ചെയ്യുന്തോറും നിങ്ങൾ സകലത്തിന്മേലും, നിങ്ങൾ ശരീരത്തിലും ആത്മീയമായും ഭൗതികമായും ഇമോഷണലായിട്ടും നിങ്ങൾ
അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നിങ്ങൾ വരിക. അതാണ് ട്രൂ പ്രോസ്പെരിറ്റി. എന്താണ് ട്രൂ പ്രോസ്പെരിറ്റി? നോയിങ് ഫാദർ ഗോഡ്. ഈ ദൈവം ആരെന്നും ഈ ദൈവം എനിക്കാരെന്നും ഈ ദൈവത്തിൽ ഞാൻ ആരായിത്തീരുന്നു എന്നുള്ള വെളിപ്പാടിലേക്ക് ഞാൻ നിങ്ങൾ വരുന്നതാണ്. ഹല്ലേലൂയ. ഒരു പ്രയർ ഞാനൊന്ന് പറയാം. അപ്പൊ ഈ ബേസിനെ ഒക്കെ നമുക്ക് ബേസ് ചെയ്ത് നമുക്കൊരു ഒരു 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 പ്രയർ, ഒരു ക്രാഫ്റ്റഡ് പ്രയർ എന്ന് പറയും. കാരണം ഞാൻ എന്റെ രോഗത്തിന്റെ നടുവിലായിരുന്നപ്പോൾ ഈ അങ്ങനെ ഒരു ക്രാഫ്റ്റഡ് പ്രയർ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ്. എനിക്ക് തന്നെ വലിയ വിവരമൊന്നുമില്ല, അത് എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല. ഒരു ക്രാഫ്റ്റഡ് പ്രയർ, അത് വചനത്തെ ബേസ് ചെയ്ത്, എസ്പെഷ്യലി തന്ന റോമാലേഖനം നമുക്കെല്ലാം അറിയാം, 8 അധ്യായം 35 തൊട്ട് 37 വരെയുള്ളത്. പിന്നെ ജെറമിയ 29:11, സങ്കീർത്തനം, ഇതെല്ലാം ഇതിന്റെ ബേസ് സങ്കീർത്തനം 73 വെച്ചിട്ടുള്ള ഇതാ. അപ്പൊ അതെങ്ങനെ ആ ക്രാഫ്റ്റഡ് പ്രയർ എന്ന് മനസ്സിലാക്കിയത്? അതാണ് പ്രേയിങ് വിത്ത് ഗോഡ്. ദൈവത്തിന്റെ കൂടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഒരു ശൈലിയെ ഞാനൊന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. കാരണം ഞാനത് വായിക്കുന്ന കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് കിട്ടണം. നിങ്ങൾക്ക് ഇനി നിങ്ങൾക്കിത് ഒന്ന് റെക്കോർഡ് ചെയ്ത് വരുന്നതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് അതിലൊന്ന് വായിക്കുമ്പോൾ നിങ്ങളുടെ വിഷയത്തിന്മേൽ ദൈവം തരുന്ന പ്രോമിസസിനെ എടുത്തോണ്ട് നിങ്ങൾക്കിത് ഇതിൻ്റെ അകത്തുനിന്ന് അത് ഡെവലപ്പ് ചെയ്ത് എഴുതിയിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഒരു സാമ്പിൾ എന്നേ ഒന്ന് കണ്ണുകളൊക്കെ ഒന്ന് അടച്ചൊന്ന് ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് കേട്ടത്. Father, I love you for who you are in me, who you are for me and with me. So Father, I want to live in you and stay close to you all the days of my life and every day, Lord. I want to know you in your goodness and in your kindness in all my circumstances of life. I just love to trust in your words. I love to trust in your nearness for me, with me and in me, oh Lord. Especially in times of difficulties, oh Lord. I chose you as my refuge and my fortress. I love to live in adversities in your presence, choosing to live under your love and your smile. My testimony today, Lord, is that I am near to you, close to you, and dear to you. Your love is beautiful towards me. I live in your presence. And as I live in your presence, your love is so beautiful and wonderful towards me, oh Lord. You love the Jesus in me, so I can always be sure that I can enjoy your love and be in your presence. There is nothing in this world that can take away your presence or your love for me, oh Lord. For I am in Jesus. He lives in me. He is with me, never separating from me, oh Lord. Today, I just want to sit with you, walk with you, stand with you. There is nothing that can separate your love from me, oh Lord. And I'm fully convinced by the identity of you in Jesus in me, oh Lord. I choose to live in your presence as a reality today. You are my way, my truth, and my life, oh Lord. Because the nearness of God is always in me, for me, and not against me, oh Lord. And I thank you for the love that you have towards me today. In Jesus' name, I pray. Amen. ഈ വാക്യങ്ങളെ ബേസ് ചെയ്ത് ആ വാക്യങ്ങൾ എടുത്ത് അത് എൻ്റെ വാക്യമായിട്ട്, കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞാണ്, ദൈവത്തിന്റെ വചനങ്ങൾ, പ്രോമിസസ്, അത് എൻ്റെ പ്രോമിസായി എൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടുമ്പോൾ അത് ഞാൻ അതിന്റെ ബേസ് ചെയ്ത് ഞാൻ ഒരു പ്രയർ പ്രാർത്ഥിക്കുന്നതാണ് ഈസ് പ്രേയിങ് വിത്ത് ഗോഡ് ഓർ പ്രേയിങ് വിത്ത് ദി ആൻസർ. ആൻഡ് ദാറ്റ് ഈസ് സംതിങ് അമേസിങ് ബിക്കോസ് ദാറ്റ് ബ്രിങ്സ് ദ റിസൾട്ട്. കാരണം ആ പ്രയർ എൻ്റെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതപ്പെട്ടതാണ്. കാരണം ദൈവത്തിന്റെ വചനം ജീവിക്കുന്നതാണ്, ദൈവത്തിന്റെ വചനം ചൈതന്യമുള്ളതാണ്, ദൈവത്തിന്റെ വചനം ഇരുത്താൾ പോലെ മൂർച്ചയേറിയതുമാണ്. ആ ദൈവത്തിൽ നിന്നല്ലാത്തതിനെ എല്ലാം അത് മുറിച്ചു മാറ്റി യഥാസ്ഥാനപ്പെടുത്തി ദൈവത്തിന്റെ പ്രസൻസിൽ എത്തിക്കുമ്പോൾ അതിന്റെ ആ റിവാർഡ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഓക്കെ, താങ്ക് യു. ബ്ലസ് യു ഓൾ.